ഫ്ലാഷ് ബാക്ക്. ആലി എന്താണ് ഉള്ളില് പൊട്ടിക്കാൻ പോവാ. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒരക്ഷരം പോലും തെറ്റിയില്ല. പൊട്ടിക്കാൻ പോവാ. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവം അയാൾക്കുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഭയങ്കര അംബീഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിയാതെ MBBS പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഒരു ഡോക്ടറെ തേടി പിടിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സിനിമയായിപ്പോയി. അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. ദിസ് മൂവി ഈസ് ജസ്റ്റ് ഓക്കെ. നിങ്ങൾ എന്തായി പറയണേ? അതായത് നമുക്കിങ്ങനെ ഒരു വാച്ചബിൾ പടം എന്നൊക്കെ പറയില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കുക. അത്രയ്ക്ക് ബോറായിരുന്നു? അത്രയ്ക്ക് ബോറല്ല, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. നമ്മൾ ഒരു സദ്യ വിളമ്പി വെച്ചിട്ട് അതിനകത്ത് ഉപ്പില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷെ സംഭവം ഉപ്പില്ല അതിനകത്ത്. ഇതാണ് അവസ്ഥ. ഒരു വിഷയം ഇருக்கு ആനാ ഇല്ല. മൂവി കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ ഉറങ്ങി കാണുന്ന ഒരു ഫീലായി. കാരണം ഒരു സ്റ്റോറി ഇല്ല, ഫുൾ അടി ഇടി. ന്യായം വേണ്ടേ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. കാമിയോ ഒന്നുമില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരു അവിഞ്ഞ പായസം അതിനകത്തിന് അണ്ടിപ്പരിപ്പിട്ടോ മുന്തിരി ഇട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അപ്പൊ ചില സീക്വൻസസ്, ചില പൃഥ്വിരാജിന്റെ ചില സ്റ്റൈലിഷ് ആയിട്ട് ലുക്സ്, വാക്സ്, പിന്നെ ജെയ്ക്സിന്റെ സ്കോർ, ഇത് മാറി നിർത്തി കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ഭയങ്കര വീക്ക്. അതായത് പുരാതനമായ സാധനം. അല്ല, വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. ഇതെന്ത് ന്യായവാ? ഇവിടെ ഭൂരപ്പം പറഞ്ഞ ഒരു പക്ഷമല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനൊരു മറുപക്ഷമില്ലേ? അതും കേൾക്കണ്ടേ? അതാ ശരി. പറയാനുള്ളത് കേട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. ഈ ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷൻ അല്ല ഇവിടെ നടക്കുന്നത്, മനസ്സിലായോ? ഇതിനും അപ്പുറം പ്രൊമോഷൻ വേണം. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. അതായത് എന്തോ അൺറൈറ്റഡ് ആവുന്ന ഡൗട്ട് ഉണ്ട്. അത്രയ്ക്ക് അടിപൊളി പടം, ഒന്നും പറയാനില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? സ്റ്റാർട്ട് ടു എൻഡ് പക്ക അടിപൊളിയാ. ഫൈനലായിട്ട് സൈലന്റായിട്ടിരുന്നെങ്കിൽ പോലും ലാസ്റ്റ് എത്തിയപ്പം അടിപൊളിയായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ സംഗതി കളിക്കിട്ടോ, ഞാൻ ഡബിൾ ഓക്കെ. മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാനാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ക്ലൈമാക്സ് കൊള്ളാവൂ എന്നൊക്കെ. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. നീ കണ്ടത് എന്താണെന്ന് പറ. എനിക്ക് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് തൊട്ടേ പടം നല്ല എൻഗേജിംഗ് ആണ്. കണ്ടാ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. സ്റ്റോറി ലൈന് നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ക്യാമിയോ ആയാലും എല്ലാം ഗംഭീരമായിരുന്നു സാർ. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനെ. മതി, അത് കേട്ടാ മതി. ഓവറോൾ ഒരു കിടിൽ എക്സ്പീരിയൻസ് ആണ് നീ കിട്ടിയത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം, ഇത് മിസ് ചെയ്യരുത്. കൺഫ്യൂഷൻ ആയല്ലോ. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നു എന്റെ ചേട്ടത്തിയായി. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. കോക്കൊക്കെ റിവ്യൂല് നെഗറ്റീവ് പറയുന്നതിന്റെ അത്രയും സിനിമയില്ല. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? അത്രയും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കണ്ടിട്ടല്ല ഞാൻ പടം വന്ന് കണ്ടത്. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ശേഷം പറയാം. അതല്ല അതിന്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. എനിക്ക് റിവ്യൂ പറയുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇത് കാണണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ പൃഥ്വിരാജ് സീറ്റിലിരിക്കുമ്പോ ഒന്ന് സൂചി കൊണ്ട് വേക്കൊന്ന് കുത്തിയോ? എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? ഒരു സിനിമ എങ്ങനെയാണോ അങ്ങനെ എടുത്തു വെച്ചത്. സ്വാഗൊക്കെ സീന് കേട്ടല്ലോ. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലേ പറയുന്നുള്ളൂ, അല്ലാതെ ഞാൻ മറ്റേ കോക്കുമ്പിലൊന്നല്ലോ. എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു സിനിമ എങ്ങനെയാണോ അതുണ്ട്, ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് പറയാനുള്ള ഒരു സാധനമല്ല. ഈ നെഗറ്റീവ് ഫുള്ള് കേട്ടിട്ട് നിങ്ങൾ വന്ന് കണ്ടോക്കെ, അപ്പൊ ചിലപ്പോ എന്റെ പോലെ ഒന്നുകൂടി ഫീൽ കിട്ടും. പോയി നോക്കണോ?